ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ വീണ്ടും വോയിസ് ഓവർ തന്നെയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈക്രോഫോൺ ഇടയ്ക്ക് വെച്ചൊന്ന് സ്വിച്ച് ഓഫ് ആയി. സോ എനിക്ക് പിന്നെ വോയിസ് ഓവറായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പ്രോപ്പർട്ടീസ് പാനലിലെ ആ ഗ്ലോബിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് HDRI വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ കാണാത്തവരൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആ ഭാഗത്ത് നമ്മൾ HDRI അഡ്ജസ്റ്റ് ചെയ്തു, അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച് നോക്കി. അപ്പോൾ HDRI നമ്മുടെ ഫയൽ ഓൾറെഡി ലോഡഡ് ആണ്. അതെങ്ങനെ ലോഡഡ് ആയി എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് 3 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പിസോഡ് 4 അതിൽ ഞാൻ എങ്ങനെ നമുക്ക് സ്റ്റാർട്ടപ്പിൽ തന്നെ HDRI ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, അതായത് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴേ HDRIയിൽ വരും. അതാണ് കഴിഞ്ഞതിൽ ഇപ്പം ഞാൻ കാണിച്ചതിൽ HDRI ഉണ്ടായത്. പിന്നെ ബാക്കി ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഭാഗം റെൻഡർ ഭാഗത്ത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫിലിമിക് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ലുക്സിൽ നോണാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കാണുന്ന ചില സെറ്റിങ്സ് നിങ്ങളിൽ ഉണ്ടായി എന്ന് വരില്ല. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കാണുന്ന റൈറ്റ് സൈഡ് കാണുന്ന എക്സ്പോഷർ, റഫ്നെസ് കാര്യങ്ങളൊക്കെ, എക്സ്പോഷർ, ബ്രൈറ്റ്നെസ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അത് ശരിക്കും കോമ്പോസിറ്ററിൽ വന്നിട്ട് ചെയ്യാണ് വേണ്ടത്. കോമ്പോസിറ്റർ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ട ഭാഗം ഒരു ആഡ് ഓൺ ആണ്. ആ ആഡ് ഓണൊക്കെ പിന്നീട് ഞാൻ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. എനിവേ, ഇപ്പോൾ ഇതാ ലെഫ്റ്റിൽ എൻ്റെ മൗസ് ഇരിക്കുന്ന ഭാഗത്തുള്ളത് വേൾഡാണ്, വേൾഡിൻ്റെ സംഭവം, അതായത് നമ്മുടെ HDRIൻ്റെ ഭാഗമാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി HDRI ഇപ്പോൾ ലോഡഡ് ആണോ എന്ന് ചോദിച്ചാൽ HDRI ലോഡഡ് അല്ല. അവിടെ ഞാനിപ്പോൾ സ്കൈ ടെക്സ്ചറാണ് കാണുന്നത്. സ്കൈ ടെക്സ്ചർ ഒരു HDRI പോലെ തന്നെയാണ് പ്രവർത്തിക്കുക. നമ്മളെ ബ്ലെൻഡറിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു HDRI ഫീച്ചറാണ്. അപ്പോൾ നമുക്കതിൽ സണ്ണിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗപ്പെടും. അപ്പോൾ ലെഫ്റ്റിൽ ഞാനിപ്പോൾ ഈ കാണിച്ച വേൾഡിൻ്റെ ആ ഭാഗവും റൈറ്റിൽ നമ്മളിപ്പോൾ വേൾഡിൻ്റെ ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം സെയിം ആണ്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ആവും. അതിൻ്റെ ഒരു സ്ലൈറ്റ് എഡിറ്റർ സെറ്റപ്പാണ്, അല്ലെങ്കിൽ ഷെയ്ഡ് എഡിറ്ററാണ് ഈ കാണുന്നത്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുകളിൽ റെൻഡറിങ് പാർട്ടാണ്, വ്യൂ പോർട്ട്, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണല്ലോ ഇത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് 1-2 കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളായി കസ്റ്റമൈസ് ചെയ്തൊരു ഇൻ്റർഫേസാണ്. അതുകൊണ്ട് ലെഫ്റ്റ് കോർണറിൽ ടോപ്പിൽ നമ്മൾ ഇവിടെ റെൻഡറിങ്ങിൻ്റെ ഏരിയ ആക്കി മാറ്റിക്കുക, നമ്മൾ ചെയ്യുന്ന വർക്ക് റെൻഡർ ലൈവായി കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും സ്കെച്ചപ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഗ്ലാസ്സാണ് വരിക ഈ ഭാഗത്ത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഈ ടൈപ്പ് ഗ്ലാസ്സാണ് ആക്ച്വലി എനിക്ക് അവിടെ വേണ്ടത്. കഴിഞ്ഞൊരു വർക്കിൽ ഞാൻ സെയിം ഗ്ലാസ്സാണ് കൊടുത്തുള്ള ഒരു എക്സ് ടൈപ്പ്, ഈ ഒരു ക്രോസ് ഡിസൈനുള്ള ഗ്ലാസ്. അപ്പോൾ എനിക്ക് ഈ ടെക്സ്ചർ ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്കെച്ചപ്പിലേക്ക് വന്നിട്ട് സെയിം മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാനത് എഡിറ്റ് മോഡിലേക്ക് ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ സ്കെച്ചപ്പിൽ നമ്മളൊരു എക്സ്റ്റേണൽ എഡിറ്റിലേക്ക് വന്നിട്ട് നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണെങ്കിലും ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ എക്സ്റ്റേണൽ എഡിറ്റർ എടുക്കുക. അത് നിങ്ങൾക്ക് സ്കെച്ചപ്പ് അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിക്കല്ല വന്നത്, വേറൊരു ഇമേജ് വ്യൂവറിലേക്കാണ് വന്നത്. എന്നിട്ട് അവിടുന്ന് സേവ് ആസ് അടിച്ചു. ഇപ്പോൾ ഈ ടെക്സ്ചർ എനിക്ക് എൻ്റെ ഫയൽ മാനേജറിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും സ്കെച്ചപ്പിൽ നിന്ന് ബാക്കിലോട്ട് വന്നിട്ട് അത് അവിടെ ലോഡ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെക്കോർഡ് മിസ്സായതുകൊണ്ട് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ് അതിനെക്കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ അവിടെ ഗ്ലാസ് ഇപ്പോൾ വേൾഡിൻ്റെ സെറ്റിങ്സിലാണ് കിടക്കുന്നത്. ഷെയ്ഡ് എഡിറ്ററിൽ വേൾഡും ഉണ്ട്, ഒബ്ജക്റ്റ് മോഡും ഉണ്ട്. ഇപ്പോൾ വേൾഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ വേൾഡ് മാറ്റിയിട്ട് ഞാൻ ഒബ്ജക്റ്റ് മോഡിലേക്ക് തന്നെ റിട്ടേൺ വരികയാണ്. ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ആണ് നമുക്ക് മാറ്റാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന മെറ്റീരിയൽ ശരിക്കും ഗ്ലാസിൻ്റെ ആണോ എന്നുള്ള ഡൗട്ടുണ്ട്. ഞാൻ അവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ആക്ച്വലി ഗ്ലാസിൻ്റെ മെറ്റീരിയൽ അല്ല, ഇപ്പോൾ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ഞാൻ സെലക്ട് ചെയ്തല്ലോ. ഇനി ഞാൻ ആ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ഷെയ്ഡ് എഡിറ്ററിൽ വന്നിട്ട് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ അവിടെ ഗ്ലാസിൻ്റെ ഏരിയയിൽ. അത് നമ്മൾ മാറ്റിയിട്ട് ഞാൻ ആ പറഞ്ഞ രീതിക്ക് നമുക്കൊരു കൂൾ ഫീലുള്ള ഒരു ഗ്ലാസ്സാണ് വേണ്ടത്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോഡ് ആഡ് ഓൺ ഉണ്ട്. നോഡ് എന്ന് മീൻസ് ഇതിൽ ഓരോ നമ്മൾ കാണുന്ന ഓരോ എന്താ പറയുക പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡ് എഡിറ്ററിൽ, അതൊക്കെ നമ്മൾ ഓരോ നോഡ് എന്നാണ് പറയാറ്.
അപ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പൽ BSDF പറഞ്ഞിട്ടുള്ള അതിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കഴ്സർ വെച്ചിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇമേജ് ടെക്സ്ചർ കൊണ്ടുവരണം. ഈ പ്രിൻസിപ്പൽ BSDFിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ടെക്സ്ചർ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇമേജിൽ നിന്ന് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ടെക്സ്ചറിന് സെർച്ച് ചെയ്താൽ ഇമേജ് ടെക്സ്ചർ വരും. അത് ഇതിലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിങ്ക് കളർ വന്നു. കാരണം നമ്മുടെ ഒരു ഒബ്ജക്റ്റും ലോഡല്ലെങ്കിൽ ഇങ്ങനെ കളർ വരും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇമേജ് ഇവിടെ ലോഡ് ചെയ്യണം. ഓക്കെ, ഓപ്പൺ. അപ്പോൾ നമുക്ക് ആ ഇമേജ് അവിടെ വരും. പക്ഷേ അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറി കിടക്കുക, നല്ല ചെറുതായിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്കത് ഇതേ ഷെയ്ഡ് എഡിറ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളൊരു ആഡ് ഓൺ, നമ്മൾ ബ്ലെൻഡറിൽ വരുന്നൊരു ആഡ് ഓൺ ഉണ്ട്, ഇൻബിൽട്ട് ആഡ് ഓൺ. അത് നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഷോർട്ട് കട്ട് മിസ്സിംഗ് ആണ്, ഓഫാണ്. സോ ഞാനത് വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്, സ്ക്രീൻ കാസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഷോർട്ട് കട്ട് കാണാൻ കഴിയും, എൻ്റെ മൗസ് ഭാഗം കാണിച്ചു കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെ ഷോർട്ട് കട്ട് ഉണ്ടായില്ല. ഇനി മുതൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ചില ഇതിൽ മിസ്സിങ്ങാണ്. ഇപ്പം ഞാൻ കാണിച്ചത് കണ്ടോ, നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇതിൽ നമുക്ക് കുറേ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡിലീറ്റ് വെച്ചാൽ ഡിസോൾവ് ചെയ്യാണ്. അതിന് ശരിക്ക് അങ്ങനെ വരുന്ന ലൈൻസ് നമ്മൾ എന്താ പറയുക, പോളിഗൺസിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന പേര് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ നോർമലി പറയാറുണ്ട്, പക്ഷേ പെട്ടെന്ന് വീഡിയോ വോയിസിൻ്റെ കൂടെ പറയാൻ കഴിയുന്നില്ല. എനിവേ ഇതൊക്കെ ക്ലിയർ ആക്കണം. അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ ക്ലിയർ ആക്കണം, ഇങ്ങനത്തെ എറേഴ്സൊക്കെ. അപ്പോൾ നമ്മൾ അതിനുള്ള ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ വ്യത്യാസത്തിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇമേജ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിവേ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ആഡ് ഓൺ ഇൻബിൽട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഭാഗം വന്നിട്ട് അൺറാപ്പ് ചെയ്യുന്നുണ്ട്. അൺറാപ്പിങ് പല ടൈപ്പിൽ ചെയ്യാൻ പറ്റും. അത് UV മാപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ, 3ds Max യൂസ് ചെയ്യുന്നവർക്ക് UV മാപ്പിംഗ് അറിയാം. വെറും സ്കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ UV മാപ്പിംഗ് അത്ര പരിചയം ഉണ്ടാവില്ല. എന്തായാലും ഇത് നമ്മൾ അതിൻ്റെ മുകളിലത്തെ റാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റാപ്പ് എന്ന് പറഞ്ഞാൽ ആ പൊതിയുന്ന പ്രവൃത്തി നമ്മൾക്ക് ആ മെറ്റീരിയൽ പൊതിഞ്ഞത് കറക്റ്റല്ല. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് റാപ്പ് ചെയ്യാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാനിവിടെ നമ്മൾ ഷെയ്ഡ് എഡിറ്ററിൽ ഇനിയാണ് ആ ആഡ് ഓണിൻ്റെ കാര്യം പറയുന്നത്. അതിന് നമുക്കൊരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അതിൻ്റെ പേര് നോഡ് വ്ളാങ്കർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ എഡിറ്റിൽ വരിക, പ്രിഫറൻസിൽ വരിക, ആഡ് ഓൺസിൽ വരിക, എന്നിട്ട് നോഡ് വ്ളാങ്കർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക, അവിടെ വരും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാം. ആ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+T ക്ലിക്ക് ചെയ്യുക. Ctrl+T ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോഡും കൂടി വരും. ആ നോഡിൽ UV ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ വെക്റ്റർ. സോ അതിൻ്റെ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണല്ലേ, എൻ്റെ റെൻഡറിൽ ഈ എക്സ് പോലത്തെ ഈ സംഭവം വളരെ വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളതിന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ചെറുതാവും. പിന്നെ ഇത് ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അത് നമ്മൾ ഫ്രണ്ടിൽ കാണാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അത് ക്ലിയർ ആക്കാനൊന്നും പോകണില്ല. ബാക്കിൽ വരുന്ന അവിടുത്തെ ടെക്സ്ചർ ഗ്ലാസ് ടെക്സ്ചർ തന്നെയാണ്, പക്ഷേ നമ്മൾക്ക് അത് ഫ്രണ്ടിൽ വരുന്നില്ല. സോ ഞാനത് മാറ്റാനൊന്നും പോകണില്ല. ഇനി എന്തായാലും ഇങ്ങനെ ഇതാണ് BSDF. ഇതിൽ നമുക്ക് റഫ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഗ്ലാസിന് റഫ്നെസ് കുറക്കണമല്ലോ, അപ്പോൾ അത് ഈ BSDFിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഇമേജ് ടെക്സ്ചറിൻ്റെ നോഡാണ്. അത് ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്കെയിലും ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു മാപ്പിംഗ് പറഞ്ഞിട്ടുള്ള നോഡിൻ്റെ മുകളിലാണ്. ടെക്സ്ചർ കോർഡിനേറ്ററിൽ UV പല സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി UV ആണ് യൂസ് ചെയ്യാറ്, ചില കേസിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ ഇവിടെ സ്കെയിൽ ഇങ്ങനെ കൂട്ടി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ നിങ്ങളിങ്ങനെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യണം കണ്ടില്ലേ, അത് നമുക്ക് റെൻഡറിലേ അങ്ങനെ എടുത്ത് കാണുള്ളൂ. റെൻഡർ മോഡിലും കാണാം, പിന്നെ ഒരു മെറ്റീരിയൽ മോഡ് പറഞ്ഞൊരു മോഡുണ്ട്, അതിലും കാണാം. സോളിഡ് മോഡിൽ നമ്മൾ ഇത്രയും വലിയ ചേഞ്ചസ് പെട്ടെന്ന് കാണില്ല, അത് നമുക്ക് വേറെ അപ്ഡേറ്റ് ചെയ്യണം, അപ്പോഴേ മാറുള്ളൂ. എനിവേ ഞാനൊരു അത്യാവശ്യം നല്ലൊരു കറക്റ്റ് ഒരു മെഷർമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് ഞാനവിടെ നിർത്തുകയാണ് ആ സംഭവം. ഇപ്പോൾ കണ്ടോ, രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ട് കറക്റ്റ് അതിൻ്റെ ക്രോസ് ചെയ്ത് പോകണം, അതേ ഒരു സീംലെസ് ആയിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. രണ്ടും ഒരു കണ്ടിന്യൂഷൻ തോന്നണം. അപ്പോൾ അങ്ങനെ ഏകദേശം ഏറെക്കുറെ കണ്ടിന്യൂഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നിർത്തി. കാരണം വളരെ ദൂരത്തായിട്ടുണ്ടെങ്കിൽ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ റഫ്നെസ് കുറച്ചു, മെറ്റാലിക് കൂട്ടി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു വ്യത്യാസം കാണുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ കളറൊന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ചിലപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു നോഡ് കൊണ്ടുവരേണ്ടി വരും. മിക്സ് നോഡാവും ഞാൻ മിക്കവാറും കൊണ്ടുവരിക.
നമുക്ക് നോക്കാം. മിക്സ് അല്ലെങ്കിൽ ഹ്യൂ, മിക്സ് ആയിരിക്കും മിക്കവാറും. കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് കറക്റ്റ് ഓർക്കുന്നില്ല. ഇപ്പം ഞാൻ ഹ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഹ്യൂവിൽ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്തും, കാരണം അതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലൈറ്റ് ആവില്ലാതെ ഡാർക്ക് ഫീലേക്ക് വരും. അപ്പോൾ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഹ്യൂവിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഒരു ബ്ലൂവിലേക്ക് എത്തണം. നമ്മൾ ഒരു ബ്ലൂ കിട്ടിയപ്പോൾ ഇനി അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടാനും ചാൻസ് ഉണ്ട്, അതുപോലെ വാല്യൂ കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. സാച്ചുറേഷൻ ഞാൻ കൂട്ടി. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ബ്ലൂവിലേക്ക് തന്നെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ വാല്യൂ ഒന്ന് കുറച്ചാൽ അത്യാവശ്യം ഒരു ഡാർക്ക് ഫീൽ ഗ്ലാസ് കിട്ടും. യെസ്. ഇനി ചിലപ്പോൾ ഞാനൊരു മിക്സ് നോഡും കൂടി ചാൻസ് ഉണ്ട്, കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. മിക്സ് നോഡ് എന്ന് പറയുമ്പോൾ മിക്സ് കളർ നോഡാണ്. അത് നമുക്ക് കളർ മിക്സ് ചെയ്യാനുള്ള ഒരു നോഡ്. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഒരു ഗുണം ഇതാണ്, നമ്മൾ സ്കെച്ചപ്പിൽ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഈസി അല്ല. ഇനി ഫോട്ടോഷോപ്പിൽ പോകണം മെറ്റീരിയൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ. ഇതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സ് നോഡിൽ ഞാനൊരു ബ്ലൂ സെലക്ട് ചെയ്യാൻ ചാൻസ്, ഒരു ബ്ലൂയിഷ് കളറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ആ ഫാക്ടർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മൾ വേണ്ട രീതിയിൽ നമ്മളൊരു കളർ അവിടെ കിട്ടും. നമുക്ക് വേണ്ടൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂൾഡ് ഗ്ലാസ് നമ്മളങ്ങനെ പറയാം, അല്ലെങ്കിൽ ടിൻറ്റഡ് ഗ്ലാസ്, ഒരു ബ്ലൂയിഷ് ടിൻറ്റഡ് ഗ്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, പോസ് ചെയ്യും. ഓക്കെ. ക്ലാമ്പ് ഫാക്ടർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഏകദേശം ഈ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ നിർത്തും. ഇനി അത്യാവശ്യം ഓക്കെ. പിന്നെ മെറ്റാലിക് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, അപ്പോഴേ നമുക്കൊരു റിയലിസ്റ്റിക് ഒരു ഫീൽ കിട്ടുള്ളൂ. മെറ്റാലിക് ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ട് റഫ്നെസ് കുറച്ച് കഴിഞ്ഞാൽ മിറർ ഫീൽ വരും. എനിവേ ഞാനിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സാച്ചുറേഷൻ കുറച്ചിട്ട് നമുക്ക് വേണ്ട ഒരു ലെവലിലേക്ക് എത്തി. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ഗ്ലാസ്സും ഓക്കെ, നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഓരോ മെറ്റീരിയൽ മാറ്റാനുണ്ട്. അപ്പോൾ വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ അത്യാവശ്യം ലോഡ് ഉണ്ടാവും, അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എനിവേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ചപ്പിൽ നിന്ന് എങ്ങനെ ബ്ലെൻഡറിൽ ഫയൽ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈമൊന്നും എടുക്കില്ല. ഞാനിങ്ങനെ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴേ ഇത്രയും ടൈം എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിപ്പയർഡ് വീഡിയോ അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫയൽ കുറച്ചും കൂടി കൃത്യമായിട്ട് ചെയ്യാമായിരുന്നു ആദ്യം തന്നെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ എനിക്കൊരു വുഡ് ഫിനിഷ് ആദ്യം കൊണ്ടുവരായിരുന്നു. എനിവേ ഞാനത് ബ്ലെൻഡറിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പ്രിപ്പയർഡ് മോഡലായിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിരുന്നു. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ പിന്നെ ബ്ലെൻഡറിലേക്ക് കൊണ്ടുവന്നതാണ്. മാത്രമല്ല നിങ്ങൾക്കത് പഠിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് ഒരു ഇത് വന്നപ്പോൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ താഴ്ന്ന് ഞാൻ എൻ്റെ അസറ്റ് ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു വുഡ് മെറ്റിൽ കൊണ്ടുവന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്കെയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ചെയ്ത ലിമിറ്റഡ് ഡിസോൾവ് ആണ് എൻ്റെ ക്വിക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ട്രൈപ്പോളി എന്ന് തോന്നുന്നുണ്ട്, ഞാൻ നേരത്തെ വിട്ടുപോയ വേർഡ്, ട്രൈപ്പോളി ലൈൻസൊക്കെ നമുക്ക് കളയാൻ പറ്റും. ട്രൈപ്പോളി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന UV ഒന്ന് കറക്റ്റ് സ്കെയിൽ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ആഡ് ഓൺ ഒക്കെ ഉണ്ട്. അത് ഇൻബിൽട്ടായിട്ടൊരു ആഡ് ഓൺ ഉണ്ട് ബ്ലെൻഡറിൽ തന്നെ, മാജിക് UV എന്ന പേര്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. സോ കുറച്ച് ഫാസ്റ്റിൽ പോകാനും ചാൻസ് ഉണ്ട്. ചില കേസ് ഞാൻ എൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രോ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അത് എനിക്ക് ഫെയിലാവും. അത് ഫെയിലാവുകയാണെങ്കിൽ സമയമില്ല. അതുകൊണ്ട് ഒന്നാമത് റെക്കോർഡിംഗ് ആണെന്നുള്ളത് കാരണം എനിക്കുണ്ട്. സോ ഞാൻ വല്ലാണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തില്ല. നമ്മൾ ടൈം കൂടുതലും ഇങ്ങനെ നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് വരുത്തി സമയം കളയാൻ വിചാരിച്ചില്ല. സോ ഞാനത് അവിടെ ആ ഒരു വർക്ക് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ ഗ്രൂ കൊടുക്കുന്ന പരിപാടി ഞാൻ അവിടെ തന്നെ നിർത്തും. ചെയ്യാൻ പറ്റായിട്ടല്ല, പക്ഷേ ഈസി ആയിട്ട് നടക്കുന്നില്ല. കാരണം ഒന്നാമത് ഇമ്പോർട്ട് മെറ്റീരിയൽ ആയതുകൊണ്ട്, ഫയൽ ആയതുകൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അത് ഫിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ അധികം ടൈം കളയേണ്ട വെച്ച് ഞാനത് അവിടെ ഡ്രോപ്പ് ചെയ്യും ആ ഒരു ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ മാത്രമല്ല, ഈ ഗ്രൂ ദൂരത്തൊന്നും കാണുന്നില്ല, പിന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ വിട്ടു, തൽക്കാലം കുഴപ്പമില്ലാന്ന രീതിയിൽ വിട്ടു. അത്യാവശ്യം ഗ്രൂസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. സോ അതവിടെ വിട്ടു. ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൈന് ഇതിനൊക്കെ അടുപ്പിച്ചിട്ടൊക്കെയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ആക്ച്വലി എനിക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാനാണ് താല്പര്യം.
എനിവേ ഇതിപ്പോൾ ഞാൻ ഈ ഭാഗം ഇവിടെ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഭാഗം സ്കിപ്പ് ചെയ്തു. ഞാനങ്ങനെ വീണ്ടും മെറ്റീരിയലിലേക്ക് വന്നിട്ട് നമ്മുടെ ആ ഒരു വുഡ് ഫിനിഷ് നമുക്ക് സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ നിലവിൽ കൊടുത്ത വുഡ് മെറ്റീരിയൽ അവിടെ ഒരു ജസ്റ്റ് ബ്രൗൺ പോലെ കാണുന്നുള്ളൂ. പിന്നെ അതിൻ്റെ സ്കെയിലും ശരിയല്ല. അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് സ്കെയിലൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്ചർ കൂടി വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്രിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രിക്കിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാവശ്യത്തിനുള്ള സൈസിലേക്ക്. നമുക്ക് കാഴ്ചയിലൊരു ബ്രിക്കിൻ്റെ സൈസ് തോന്നുന്ന ഒരു ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഷെയ്ഡിൻ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ സെറ്റിങ്സ് അവിടെ ഷെയ്ഡിൻ ഓർഡറിൽ വരും. ഇനി അവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ ഷെയ്ഡിൻ ഓർഡർ മാറുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. പിന്നെ നമുക്ക് വേണ്ട കളറൊക്കെ അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സ് ആണോ ഹ്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഹ്യൂവിൽ വന്നിട്ട് സാച്ചുറേഷൻ കുറച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രേ ഞാൻ മാറ്റി അവിടെ വൈറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ മിക്സിലേക്ക് റിട്ടേൺ വന്നു. എന്നിട്ട് ഫാക്ടർ ഫുള്ള് കൂട്ടി കൊടുക്കും. അങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് രണ്ടാമത് എയും ബിയിലും കിടക്കുന്ന ബിയിലുള്ള കളറാണ് ഫാക്ടർ കൂട്ടി കഴിഞ്ഞാൽ വരിക. കുറച്ച് കഴിഞ്ഞാൽ എയിലേക്കാണ് വരിക. അപ്പോൾ ബിയിലെ കളർ ഞാൻ വൈറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഫാക്ടർ ഫുള്ള് കൊടുത്തപ്പോൾ നമുക്ക് നമ്മൾ 3Dയിൽ കാണാൻ ബ്ലാക്ക് ആയിട്ടെങ്കിലും നിങ്ങൾ റെൻഡർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, സോളിഡ് മോഡിൽ നമ്മൾ ഷെയ്ഡ് എഡിറ്ററിൽ ചെയ്യുന്ന എഫക്ട്സ് ഒന്നും അറിയില്ല. അതൊക്കെ ഒന്നെങ്കിൽ മെറ്റീരിയൽ നോഡ് പറഞ്ഞ നോഡുണ്ട് അതിൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു റെൻഡർ നോഡിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. റെൻഡർ മോഡിൽ. ഓക്കെ, അതായത് റെൻഡർ മോഡ് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് കോർണറിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം തന്നെ അവിടെ നമുക്ക് മാറ്റിയിട്ട് സോളിഡ് മോഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അവിടെ ആ ഒരു വ്യൂ പോർട്ടിൽ റെൻഡർ മോഡ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ഷെയ്ഡാണോ കൊണ്ടുവന്നത് അതവിടെ കാണാൻ പറ്റും. പിന്നെ ഞാനിവിടെ ഡിസൈനെ കുറിച്ചിട്ട് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ പാർട്ട് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഷെയ്ഡിൻ ഓർഡറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ പേര് മാറ്റുന്നുണ്ട്, ജസ്റ്റ് വൈറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, വൈറ്റ് സൺഷെയ്ഡ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിനിപ്പോൾ എവിടെ സൺഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിൽ ട്രൈപോളി ഞാൻ കളയാണ്, ലിമിറ്റഡ് ഡിസോൾവ് കൊടുത്തിട്ട്. അത് നല്ലൊരു സംഗതിയാണ്, അത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപ്പോൾ മാക്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഇതുപോലെ ട്രൈപോളി മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങളങ്ങനെ ക്ലീൻ ചെയ്യൽ നിങ്ങൾക്കൊരു മെത്തേഡ് ഉണ്ടാവും. അതല്ലെങ്കിൽ ബ്ലെൻഡറിൽ നിങ്ങൾക്ക് നല്ലൊരു മെത്തേഡ് ഉണ്ട്, അതപ്പോൾ ലിമിറ്റഡ് ഡിസോൾവ് നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ബാക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഇനി ഓരോ ഡിസൈൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓരോ ഡിസൈൻ അങ്ങനെ മാറ്റി മറിച്ച് അതിൻ്റെ കളറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ വന്ന ലിമിറ്റഡ് ഡിസോൾവ് കൊടുത്തത്, അതിൽ വന്ന ട്രൈപോളീസൊക്കെ നമ്മൾ കളഞ്ഞ്, പിന്നെ ഇത് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫുൾ ഒരു ടീച്ചിങ് മെത്തേഡല്ല ചെയ്തിട്ടുള്ളത്. കുറേയൊക്കെ വർക്കിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് സ്കിപ്പ് ചെയ്ത് പോവാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ മെയിൻ കാര്യങ്ങൾ പറയാം. വർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് വീഡിയോ ലോങ് ആക്കുന്നില്ല. ഓക്കെ, ഞാൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കാര്യങ്ങൾ പറയാം. ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇനി വീഡിയോ പോവാം.
ഓക്കെ ഗൈസ്, ആക്ച്വലി നമ്മളധികം മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമ്മൾ അടുത്ത കാര്യം ചെയ്യുന്നുണ്ട്. ബ്ലെൻഡർ കിറ്റ് ആഡ് ഓൺ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലെൻഡർ കിറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആഡ് ഓൺ ആണ്. അത് ഞാൻ ട്രീസ് സെർച്ച് ചെയ്തിട്ട് ട്രീസ് നല്ല ഫ്രീ ട്രീസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നല്ലൊരു ട്രീ, ഈ ഒരു ട്രീ സെക്ഷൻ, ഈ ഒരു മൊത്തത്തിൽ ഇത്രയും ട്രീസ് വരുന്ന ഒരു സംഗതി അത്യാവശ്യം നല്ലൊരു ട്രീ ആണ്. അപ്പോൾ നമ്മൾ ആ ട്രീസിൻ്റെ മെറ്റീരിയൽ നമ്മൾ അത് പ്രൊസീജിയറിലാണ്. അതായത് പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഭാഗത്ത് ട്രീസ് ഒഴിവാക്കാനൊക്കെ വളരെ ഈസിയാണ്. സോ ഇതിപ്പോൾ ഞാൻ ട്രീസ് ഒന്നാകെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ട്രീസ് അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതായത് നമുക്ക് ആ ഫേസിൽ ഒരു ഇൻ്റർസെക്റ്റ് കൊടുക്കുകയാണ്. ഐ ക്ലിക്ക് ചെയ്താൽ ഇൻ്റർസെക്റ്റ് ആവും. അങ്ങനെ ഐ കൊടുത്ത് ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ഞാൻ അതിനെ സെപ്പറേറ്റ് ആക്കുകയാണ്. ഈ ഒരു ഭാഗം ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്യും, ഡിലീറ്റ് ഫേസസ് കൊടുക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് പീസ് ആക്കും. യെസ്, ഞാനവിടെ ഫേസസ് ഡിലീറ്റ് ചെയ്തത്, എക്സ് ക്ലിക്ക് ചെയ്താൽ ഫേസസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫേസ് ഓൺലി ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളെ ഈ ഒരു എഡ്ജിനെ മൂവ് ചെയ്തു, ഈ എഡ്ജിനെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ മാത്രം ട്രീസ് വരും. നമ്മൾ വീടിരിക്കുന്ന ഭാഗത്ത് ട്രീസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണ്. കണ്ടല്ലോ. അപ്പോൾ ബാക്കി ഇനി ഞാൻ ഇപ്പോൾ എഡിറ്റ് മോഡിലാണ്. നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാം എഡിറ്റ് മോഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റിലും മുകളിൽ. അപ്പോൾ അവിടുന്ന് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയാലേ നമുക്ക് ട്രീസ് എല്ലാം റിട്ടേൺ വരുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു താഴെ ഗ്രൗണ്ടിലുള്ള ആ ഒരു കളർ ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതായത് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വർക്ക് ഫ്ലോ രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. പിന്നെ ഇപ്പോൾ നമ്മൾ ട്രീസിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയറൽ സെറ്റിങ്സാണ്. ആ പ്രൊസീജിയറിൽ പാർട്ടിക്കിൾസിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഞാൻ പാർട്ടിക്കിൾസ് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ പാർട്ടിക്കിൾസിൽ ഞാൻ അതിൻ്റെ സീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. സീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മരങ്ങൾ റാൻഡമായി കിടക്കുന്നത് പല രീതിക്ക് ഇങ്ങനെ മാറി പലതരം റാൻഡം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ റാൻഡം എഫക്റ്റിൽ പല ട്രീസും പലയിടത്തും മൂവ് ആവും. ചില ട്രീസ് ചെറുതാവും, ചില ട്രീസ് വലുതാവും. റാൻഡം ട്രാൻസ്ഫോർമേഷൻ, അതാണ് സീഡ് കൊണ്ട് ഇവിടെ നടക്കുന്നത്. പിന്നെ എൻ്റെ ക്യാമറ ക്ലിപ്പിംഗ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ റൈറ്റ് സൈഡ് പാനലിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പാനലിൽ ക്യാമറ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറയുടെ സെറ്റിങ്സിൽ വന്നിട്ട് ഞാൻ ക്ലിപ്പിംഗ് ഇങ്ങനെ കൂട്ടി കൊടുത്തു. അപ്പോൾ എനിക്ക് ആ വീട് കൃത്യമായി കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മരങ്ങളുടെ തടസ്സമൊക്കെ ഒഴിവായി കിട്ടും. അതിന് ക്ലിപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്യാമറ മുന്നോട്ട് സൂം ചെയ്ത് വന്നപ്പോൾ ഒരാവശ്യമുള്ള നല്ലൊരു വ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയറിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുമ്പോൾ ക്യാമറ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഒരു പ്രത്യേക ആംഗിളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്, അതായത് ഗേറ്റ്, സർഫേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അല്പം ഫാസ്റ്റിൽ ഇനി മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഒരു കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഹ്യുണ്ടായി മോഡലാണ്. അപ്പോൾ നമുക്ക് ഈ കാർ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതൊരു സ്കെച്ചപ്പ് ഫയലാണ്. അപ്പോൾ സ്കെച്ചപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. പിന്നെ നമ്മൾ അല്പം കൂടി ട്രേസ് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം ട്രേസ് കോപ്പി ചെയ്യാണ് ചെയ്തത്. കാറിൻ്റെ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ റോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലെൻഡർ കിറ്റിൽ നിന്ന് നമ്മളൊരു റോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ റോഡിൻ്റെ പൊസിഷൻ എല്ലാം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ അറ്റ്മോസ്ഫിയറൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോമ്പൗണ്ട് വാൾ എഡിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കോമ്പൗണ്ട് വാൾ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം, കാരണം അവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ മോഡലിൽ സ്പേസ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ആ മോഡലിൻ്റെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ റോഡിന് മൂവ് ചെയ്യാണ്ട്, റോഡ് മറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റോഡിന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു വ്യൂ കാണാൻ കഴിയുന്നുണ്ടാവും ലെഫ്റ്റിൽ. ആ ഒരു വ്യൂ പോർട്ടിൽ ലെഫ്റ്റ് റെൻഡർ വ്യൂ പോർട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ റോഡ് അതങ്ങോട്ട് പുറത്ത് കാണുന്നില്ല. അതിൻ്റെ കാരണം ആക്ച്വലി നമ്മുടെ റോഡിന് മുകളിൽ മറ്റൊരു ഒബ്ജക്റ്റ് കിടക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ റിയലൈസ് ചെയ്യണില്ല. നമ്മൾ കുറച്ച് നോക്കിയതിന് ശേഷമാണ് അവിടെ റിയലൈസ് ചെയ്യുക.
റോഡിൻ്റെ മുകളിലൊരു ഒബ്ജക്റ്റ് ഇതാ ഈ ഒരു മുറ്റം തന്നെ കിടക്കുന്നുണ്ട്. റോഡ് ആക്ച്വലി പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതെന്താ വിഷയം എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഹൈഡായി കിടക്കുന്നത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ റോഡ് ഇങ്ങനെ പൊക്കി നോക്കും. റോഡൊന്ന് പൊക്കി നമ്മളൊരു ലെവലിലേക്ക് എത്തുമ്പോൾ വേറെന്തോ അതിന് മുകളിൽ ഓവർലേ ആവുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. പിന്നെ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഫൈനലിൽ നമുക്കൊരു സംഗതി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഹൈഡായിട്ടൊരു ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്. അതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ആ റെൻഡറിൽ കണ്ടാൽ മനസ്സിലാവും. അവിടെ ഒരു സംഭവം ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ വ്യൂ പോർട്ട് സോളിഡ് മോഡിൽ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ എന്തോ ഒരു ഒബ്ജക്റ്റ് അവിടെ ഹൈഡഡ് ആണ്. അപ്പോൾ നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലോക്കൽ കളക്ഷനിൽ ഒരു ഭാഗം ഹിഡൻ ചെയ്തിട്ടുണ്ട്, ട്രീസ്. ആ ട്രീസിൽ ഈ ഒരു ഭാഗം കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഗതി. അത് നമ്മൾ ട്രീസിൻ്റെ ഗ്രൗണ്ടാണ് ആക്ച്വലി അവിടെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ട്രീസ് ഞാൻ ഹൈഡ് ചെയ്തിരുന്നു. നമുക്ക് ലോക്കൽ കളക്ഷൻ പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കളക്ഷനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിൽ മറ്റൊരു സംഭവമാണ് ലോക്കൽ കളക്ഷൻ. അത് നമുക്ക് എൻ പാനലിലേ കിട്ടുള്ളൂ. അപ്പോൾ എൻ പാനലിൽ നമുക്ക് ആ ലോക്കൽ കളക്ഷൻ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂ പോർട്ടിലത്തെ സംഗതി ഹൈഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് റെൻഡറിൽ ആ ഒബ്ജക്റ്റിനെ കാണണം, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ആ ഒബ്ജക്റ്റ് കാണരുത്. അപ്പോൾ ഈ ട്രീസ് എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ലോക്കൽ കളക്ഷൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ലോക്കൽ കളക്ഷനിൽ നമുക്ക് സെയിം കളക്ഷൻ നെയിംസേ കാണിക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ആ ട്രീസ് എന്ന പേരുള്ള ഭാഗത്ത് വന്നിട്ട് ഹൈഡ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് എന്താ ഞാൻ പേര് കൊടുത്തില്ലെന്ന് കറക്റ്റ് അറിയില്ല, അവിടെ കാണാൻ നിങ്ങൾക്ക്. അത് ഞാൻ ഇപ്പോൾ ഹിഡൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വർക്ക് ഏരിയയിൽ നിന്ന് മാറി, അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് അത് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റെൻഡറിൽ അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. അത് റെൻഡറിൽ കാണാൻ പറ്റും, ഇവിടെ അത് കാണാതിരിക്കുക ഒക്കെ എളുപ്പത്തിൽ നമുക്കങ്ങനെ ചെയ്യാം. അതിപ്പോൾ മറ്റുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. പക്ഷേ ബ്ലെൻഡറിൻ്റെ അത്ര ഒരു സുഖം മറ്റുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു രീതിക്ക് വർക്ക് ചെയ്യാൻ. സോ കണ്ടല്ലോ, ഇപ്പോൾ അത്യാവശ്യം നമുക്ക് അവിടെ നല്ലൊരു ഔട്ട് കിട്ടുന്നുണ്ട്. റോഡ് നല്ല റിയലിസ്റ്റിക് സ്കാൻഡ് മെറ്റീരിയലാണ്. സ്കാൻ ചെയ്ത റോഡായതുകൊണ്ട് നല്ല റിയാലിറ്റി ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഔട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ധാരാളം നിങ്ങൾക്ക് നല്ലൊരു ഔട്ട് കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ പുറമെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പൊസിഷൻ മാറ്റും. അതുപോലെ ഗേറ്റ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ടാവും. കർട്ടൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ ഒന്നും കൂടി സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ലത്. കാരണം ഇതുപോലെ ഓരോ മെറ്റീരിയൽ ഓരോ ഒബ്ജക്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളതിനൊക്കെ ഹൈഡ് ചെയ്തതല്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഭാഗത്തെ മാത്രം ഐസൊലേറ്റ് മോഡിലേക്ക് വന്നതാണ്. ഐസൊലേറ്റ് മോഡ് എന്ന് പറയുമ്പോൾ മാക്സ് യൂസേഴ്സിന് അറിയുന്നുണ്ടാവും, പക്ഷേ സ്കെച്ചപ്പ് യൂസേഴ്സിന് അറിയുന്നുണ്ടാവില്ല. അതായത് നമ്മൾ മറ്റുള്ളതിനൊക്കെ ഹൈഡ് ചെയ്ത പോലെ തന്നെ ആ ഒബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാണുന്ന ആ ഒരു മെത്തേഡ് ഐസൊലേറ്റ് മോഡ്. എനിവേ ഞാനത് ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ തെറ്റിപ്പോകുമ്പോൾ കൺട്രോൾ സെറ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ ജാളി വർക്ക് നമുക്ക് താഴത്തേക്ക് ഇറക്കി വെക്കാം, അത്ര ഹൈറ്റ് വേണ്ട. അപ്പോൾ നമ്മളത് ഗ്രൗണ്ടിലേക്ക് ഇറക്കണം. അപ്പോൾ പിന്നെ അത് താഴേക്ക് പോകുമ്പോൾ ആരും അത് അറിയാൻ പോകുന്നില്ല. സോ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ബ്ലെൻഡറിൽ സ്നാപ്പ് ഒക്കെ നടക്കും. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ആ ജാളി മുകളിൽ വന്ന് സ്നാപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ കുറച്ച് പ്രശ്നം കാണുന്നുണ്ട്. അതൊക്കെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്, ക്ലിയർ ആക്കുകയാണ്. എനിവേ അപ്പോൾ നിങ്ങളെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒരു 4GB ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. 2GB ഗ്രാഫിക്സ് ബ്ലെൻഡർ വർക്ക് ചെയ്യാവുന്ന അല്പം ടാസ്ക്കാണ്. അപ്പോൾ ഒരു 4GB ഏറ്റവും മിനിമം, അത് ഒരു മിനിമം. അപ്പോൾ ഗൈസ് നമ്മൾ ഒന്ന് ഫാസ്റ്റ് കൂട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ മാക്സിമം സ്പീഡിൽ പറയാം. നമ്മൾ ഓരോ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്യൂ പോർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു 6GB അബവ് ഉണ്ടെങ്കിൽ, ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ പോർട്ടൊക്കെ നന്നായിട്ട് റെൻഡർ ലൈവായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൻഡിങ് ആണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ അപ്പൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഗേറ്റാണ് ശരിക്കും തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വർക്കിൽ ഗേറ്റ് ആവശ്യമുണ്ടല്ലോ. ഗേറ്റ് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വർക്കിൽ ഗേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗേറ്റ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സോ ഞാൻ ആ വർക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് ആ വർക്ക്. ഇതിൽ നമുക്ക് ഗേറ്റ് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ ഗേറ്റ് സേവ് ചെയ്തിട്ടുള്ള വേറെ പേരിലാണ്. പിന്നെ സെയിം കാർ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, പക്ഷെ കളറ് വൈറ്റാണ്. എനിവേ നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് ഗേറ്റിന് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഫയലിൽ നമ്മൾ ആ പേരിൽ സേവ് ചെയ്യണം. പിന്നെ അവിടെ കണ്ട ആ ഒരു സെയിം ഒരു ഗ്ലാസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നമ്മളത് ഏറെക്കുറെ നമ്മളത് കോപ്പി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആ ഒരു കണ്ട ഫോട്ടോയിൽ ഞാൻ ചെയ്ത വർക്ക് തന്നെയാണ്. എനിവേ നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മളൊരു ഗേറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റ് ബ്ലെൻഡർ കിറ്റിൽ നോക്കുമ്പോൾ നല്ലൊരു ഗേറ്റ് നമുക്ക് പറ്റിയ ഗേറ്റ് അതിൽ കാണുന്നില്ല. സോ നമ്മളിപ്പോൾ പുറത്ത് സ്കെച്ചപ്പ് വെയർ ഹൗസിൽ നിന്ന് കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് നമ്മൾ സ്കെച്ചപ്പ് ഇവിടെ വന്നിട്ട് ഗേറ്റ് ഡോട്ട് എസ്കേപ്പ് എന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നല്ല ഗേറ്റുകളൊക്കെ ഈ മാജിക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കയറിയാൽ മതി. 3D വെയർ ഹൗസിൽ ഡയറക്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും. നമുക്ക് വേണ്ട ഗേറ്റ് ഡയറക്റ്റ് സ്കെച്ചപ്പ് വെയർ ഹൗസിൽ നിന്ന് തന്നെ കിട്ടും. ഐ മീൻ 3D വെയർ ഹൗസ്. നമ്മളെ ഡിസൈന് പറ്റിയത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫയൽ ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റാണ് വേണ്ടത്. ഇത് ശരിക്കും സ്ലൈഡിങ് അല്ല. ഈ ഒരു ഗേറ്റാണ് ഞാൻ ചൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാൻ മറ്റുള്ള ഗേറ്റും കൂടെ നോക്കുന്നുണ്ട്. എനിക്ക് ഈ ഗേറ്റ് ഇഷ്ടമായി, ഞാനിത് ഇമ്പോർട്ട് ചെയ്യുന്നു. ഡൗൺലോഡ്സിൽ സേവ് ചെയ്യും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചില ഇഷ്യൂസ് കാണാറുണ്ട്. ഡയറക്റ്റ് നമ്മൾ ഓൾറെഡി ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചില സംഭവങ്ങൾ മിസ്സായി പോകും. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേറൊരു ബ്ലെൻഡറും കൂടി ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് സ്കെച്ചപ്പ് വീണ്ടും ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു കോപ്പി എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് വീണ്ടും കൊടുത്തു. അതിൽ സീനസ് ക്യാമറ ഓഫ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗേറ്റിൻ്റെ പാർട്ടിലേക്ക് വരാം. ഗേറ്റ് എവിടെയെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്തു. നമ്മൾ ഹോം ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂം എക്സ്റ്റെൻഡ് ഓപ്ഷൻ കിട്ടും. സൂം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഗേറ്റ് കിട്ടി. ഇനി ഈ ഗേറ്റിന് നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നു, ഗേറ്റ് പറഞ്ഞിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി, മെയിൻ ഗേറ്റ്. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് അപ്പെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത്, ഈ ഫയൽ സേവ് ചെയ്യണം, എന്നാലും നമുക്ക് അപ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ അവിടെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ്സിൽ തന്നെ സേവ് ചെയ്യാണ്. മെയിൻ ഗേറ്റ് ഒന്ന് പേരിട്ടിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി അതിൽ ഞാനത് മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു ഫയലിലേക്ക് അപ്പെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ അവിടെ കളക്ഷനിൽ ഓൾറെഡി മെയിൻ ഗേറ്റ് വന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പെൻഡിന് Ctrl+Shift+A ക്ലിക്ക് ചെയ്താൽ മതി. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഷോർട്ട് കട്ടാണ്. എന്നിട്ട് നമ്മൾ മെയിൻ ഗേറ്റ് വരുന്ന പുതിയ ഫയലിൻ്റെ ഉള്ളിൽ കളക്ഷൻ്റെ ഉള്ളിലും ഒരു മെയിൻ ഗേറ്റ് ഉണ്ട്. അത് അപ്പെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ടായി കിട്ടും. ഇത് ബ്ലെൻഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ചുകൂടി നമുക്ക് ആ കളക്ഷനൊന്നും മിസ്സാവാതെ കറക്റ്റ് ഇമ്പോർട്ടാവും. അതിൻ്റെ മറ്റൊരു യൂസ് ഉണ്ട്, ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഗുണം മെയിനായിട്ട് കളക്ഷൻ മിസ്സാവില്ല. പിന്നെ കളക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വലിയൊരു ഫയലാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഫയൽ നമുക്ക് ചില കളക്ഷൻസ് ഓഫ് ചെയ്യാം. ചിലപ്പോൾ നമ്മളെ ഗ്രാഫിക്സ് കാർഡ് ഫുള്ളാവുകയൊക്കെ ചെയ്യും റെൻഡറിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഇപ്പോൾ നിലവിൽ വുഡ് ടെക്സ്ചർ കൃത്യമായിട്ട് വന്നിട്ടില്ല. അത് ഞാനിപ്പോൾ അതിൻ്റെ അൺറാപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അൺറാപ്പ് എന്താണെന്ന് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അൺറാപ്പ് ചെയ്തു. പിന്നെ ഇവിടെ അടുത്തത് ഇതിൽ ഇങ്ങനെ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മെറ്റീരിയൽ വീണ്ടും അൺറാപ്പ് ചെയ്താലേ ആ ഒരു സ്കിന്നിന് കറക്റ്റായി നമ്മൾ അപ്ലൈ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഇതിനൊക്കെ ഓരോ സംഗതി അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലൈ ചെയ്തിട്ട് കൃത്യമല്ല, ആ സ്കെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും Ctrl+A ക്ലിക്ക് ചെയ്ത് സ്കെയിലൊക്കെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി
അതിൻ്റെ മെറ്റീരിയൽ അൺറാപ്പ് ചെയ്ത്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആ ടെക്സ്ചറിൻ്റെ സൈസൊക്കെ വലുതായത് കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ കോഡ് ഇത് കറക്റ്റല്ല, പൊസിഷൻ അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റിലാണ് പോകുന്നത്, കാരണം ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ മറ്റൊന്ന് ചെയ്യാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വലിയൊരു ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് ഒന്നുകൂടി ഷോർട്ടാക്കി പറയുന്നുണ്ട്. പൊസിഷൻ എങ്ങനെ തിരിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. യു വി മാപ്പിംഗ് എങ്ങനെ തിരിച്ച് എന്നുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മാജിക് യു വി പറഞ്ഞൊരു ആഡ് ഓൺ ഉണ്ട്. ആ ആഡ് ഓൺ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ചെയ്യാം. സാധാരണ യു വി എഡിറ്ററിൽ പോയിട്ട് നമ്മളിത് തിരിക്കലാണ് സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഒരു ആഡ് ഓൺ ഉണ്ട്, ബ്ലെൻഡറിന് ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. അത് വെച്ച് നമുക്ക് മെറ്റീരിയലിൻ്റെ യു വി മാപ്പിംഗ് ഒക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേര് മാജിക് യു വി. നിങ്ങൾക്ക് ആഡ് ഓൺസ് പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഗെറ്റ് ഇൻ ടു പി സി എന്നാണ് പറയാൻ വരുന്നത്, അതല്ല, ഒരു എക്സ്റ്റൻഷൻ സൈറ്റ് ഉണ്ട് ബ്ലെൻഡറിൻ്റെ, അതിൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഞാൻ വൈറ്റ് ആക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരാനില്ല. ഇതെല്ലാം ഞാൻ ആക്ച്വലി അതൊക്കെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ നമുക്ക് ആ വോയിസ് മിസ്സായതുകൊണ്ട് വോയിസ് ഓവറിൽ നമ്മളിതെല്ലാം കൂടി പറയാൻ കഴിയുന്നതല്ല. പിന്നെ ഞാൻ വീഡിയോ അല്പം ഫാസ്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാ ഏരിയ നോക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ റൂഫിൻ്റെ താഴെ ഒരു വുഡ് ഫിനിഷ് വന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഏരിയയിൽ തന്നെ നമ്മൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ സൈസ് ക്ലിയർ ആക്കി. ബെസ്റ്റ് പ്ലാനർ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ബെസ്റ്റ് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാജിക് യുവിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ക്വിക്ക് ഫേവറേറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്വിക്ക് ഫേവറേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്ലാനർ വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വെജിറ്റേഷൻസൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പിന്നെ എക്സ്ട്രാ വെജിറ്റേഷൻസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഗേറ്റ് ഓൾറെഡി ഒരു കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ക്യൂ ക്ലിക്ക് ചെയ്താൽ കളക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ക്വിക്ക് ഫേവറേറ്റ്, അതിൽ നമ്മൾ കളക്ഷൻ പെട്ടെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു മെയിൻ ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പല ഇതും വരുന്നുണ്ട് പീസായിട്ട്. അപ്പോൾ അങ്ങനെ പീസ് ആക്കാണ്ട് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് കളക്ഷൻ കൊണ്ടുള്ള ഗുണം. നമ്മൾ സ്കെച്ചപ്പിൽ എല്ലാ ഒബ്ജക്റ്റും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ എല്ലാ എലമെൻറ്റ്സും വേറെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആ ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്താൽ പോലെ. അപ്പോൾ അതേപോലെ തന്നെയാണ് കളക്ഷൻ്റെ ഒരു ഉപയോഗം. ഒരു വട്ടം നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കളക്ഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെ ഓരോ എലമെൻറ്റ്സും നമുക്ക് അതിൻ്റെ കൂടെ സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ ഓരോ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. വീഡിയോൻ്റെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. പിന്നെ ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സ്കെച്ചപ്പ് ഫയലിൽ നിന്ന് വരുമ്പോഴുള്ള കുഴപ്പങ്ങൾ അതൊക്കെ ഞാൻ ക്ലിയർ ആക്കുന്നുണ്ടാവും. എനിവേ ഒന്നും വലിയ അത്യാവശ്യമുള്ള സംഭവങ്ങളല്ല. ബാക്കി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് സ്വയം ചെയ്തെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ കൂടുതലും. ഇപ്പോൾ 2 ക്യാമറ നിങ്ങൾക്ക് കാണാം, രണ്ടും ഓരോ ആഡ് ഓൺ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യണത്. അപ്പോൾ എൻ്റെ ക്ലിപ്പിങ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത്. ക്ലിപ്പിങ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്യാമറ. അപ്പോൾ നമുക്കൊരു ഫുൾ വ്യൂ ഇട്ടൊക്കെയാണ്. കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വ്യൂ പോർട്ടിലാണോ മൗസ് ഉള്ളത് ആ വ്യൂ പോർട്ട് വലുതായി കിട്ടും. അപ്പോൾ ഞാൻ റെൻഡർ വ്യൂ പോർട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ആ വ്യൂ പോർട്ട് വലുതായി കാണാൻ പറ്റി. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ താഴെ ഓക്കെ, പക്ഷെ മുകളിൽ ഇപ്പോഴും ഫുള്ള് കിട്ടിയില്ല. മുകളിലേക്ക് ഞാനൊന്ന് ചെയ്ത്. അപ്പോൾ ആഡ് ഓൺ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ജസ്റ്റ് ക്യാമറ സെറ്റിങ്സിൽ വന്നിട്ട് ക്യാമറ നമുക്ക് അവിടെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വേൾഡിൻ്റെ ഷെയ്ഡിൻ ഓർഡറിൽ വന്നിട്ട് ഞാൻ സണ്ണിൻ്റെ റൊട്ടേഷൻ ഒന്ന് തിരിക്കുകയാണ്. സണ്ണിൻ്റെ റൊട്ടേഷൻ ആ ഷാഡോസും ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സൈഡിൽ മാത്രമേ ഭയങ്കര ഡാർക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നുള്ളൂ ലൈറ്റ്. അത് വേണമെങ്കിൽ ഇൻറ്റൻസിറ്റി ഒന്നുകൂടി കുറച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാനത് അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. ചില സ്ഥലങ്ങൾ കുറച്ച് കൂടുതൽ ഹൈലൈറ്റ് വരും. പിന്നെ നമുക്ക് ആഡ് ഓൺ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടും, ആഡ് ഓൺ ഇല്ലാത്ത തന്നെ നമുക്കത് കിട്ടും. അതിന് നമ്മൾ കോമ്പോസിറ്ററിൽ പോയിട്ട് ഈ ലെവൽ ചെയ്യാൻ പറ്റും. കോമ്പോസിറ്ററിൽ നമുക്ക്
ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ വർക്ക് ഫ്ലോ ആയതുകൊണ്ട് നിങ്ങൾക്കും അല്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ബിഗിനർ ലെവലിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇത് ഒരു ലേശം അഡ്വാൻസ് ലെവൽ തന്നെയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ബിഗിനർ ലെവലിൽ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആഡ് ഓണിൻ്റെ കേസൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. കാരണം ആഡ് ഓൺ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ ചില ആഡ് ഓൺസൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത ആഡ് ഓൺസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തത്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ഫ്ലോ ഫാസ്റ്റും ഈസിയും ആക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ഓൺസ്. ഇല്ലെങ്കിലും ആഡ് ഓൺസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ആസെറ്റ് ലൈബ്രറി ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ തരുന്നുണ്ട്. അപ്പോൾ 2-3 ക്ലാസ്സും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ, സ്പെഷ്യൽ ആഡ് ഓൺസൊക്കെ, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്, പ്ലാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സോഴ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാത്ത ചില സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ തന്നെ പ്ലാൻസ് വെക്കുക ഈസി ആയിട്ട് തന്നെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം പ്ലാൻസ് ആയി. പിന്നെ ഈ പ്ലാൻസിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ റാൻഡം ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. പിന്നെ അവിടെ ആ ഒരു ഏരിയ ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അല്പം ട്രീസൊക്കെ അവിടെ കൊണ്ടുവച്ചത്, പ്ലാൻസ്. അപ്പോൾ നമ്മൾ ഈ വ്യൂന്ന് ആ ഏരിയ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ എന്തൊക്കെ കാണുന്നുണ്ട്, അതൊന്നും വലിയ വിഷയമുള്ളതല്ല. പിന്നെ ഇപ്പുറത്ത് ഇതേപോലെ ഒരു ക്യാമറയെ നമ്മൾ കംപ്ലീറ്റ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ അടുത്ത ക്യാമറയെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുക ആ ക്യാമറയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ക്ലിപ്പിംഗ് ഒന്നിനും കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ അവിടെ ക്ലിയറായി. മറ്റേതൊരു ഫിനിഷ്ഡ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ താഴെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ താഴത്തെ ആ ഒരു ഫില്ലിങ് ഇഷ്യൂ വിട്ടു, പ്രശ്നം തീർന്നു. അപ്പോൾ ഈ വ്യൂ ഓക്കെയാണ്. അടുത്ത വ്യൂവിലേക്ക് വന്ന് നോക്കി. അടുത്ത വ്യൂവിൽ നമുക്ക് അത്യാവശ്യം ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും റൈറ്റ് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശരിയാക്കാണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ബീവലിങ് കൊടുക്കുകയാണ്. ഈ എഡ്ജിൽ ക്യാമറയുടെ അടുത്ത് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് റിയലിസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഷാർപ്പ് എഡ്ജസും, ലോകത്ത് അങ്ങനെ ഷാർപ്പ് എഡ്ജസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ചെറിയ കർവുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബെൻഡ് ഉണ്ടാവും. ആ ബെൻഡ് നമ്മൾ ബീവൽ വെച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിയലിസ്റ്റിക് ഒരു ഇത് കിട്ടും. ഒരു ചെറിയ ബെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, ബെൻഡ് മീൻസ് ഒരു ബീവലിങ്. ഓക്കെ, ബീവൽ എന്താണെന്ന് സ്കെച്ചപ്പ് യൂസേഴ്സിന് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നത്. ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു റൗണ്ട് കോർണർ, നമ്മൾ സ്കെച്ചപ്പിൽ ഒരു ആഡ് ഉണ്ടല്ലോ റൗണ്ട് കോർണർ എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സംഭവം തന്നെ. പിന്നെ ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഓക്കെയാണ്. പക്ഷേ റൈറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ റൈറ്റിലും കൂടി നമ്മൾ കുറച്ച് എന്തെങ്കിലും കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ നിർത്താം. കാരണം അതൊരു ഫീൽഡ് എഫക്റ്റ് ഉണ്ട്. ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മളെ പാടം, വയൽ ഫീൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ നിലനിർത്താൻ ചാൻസ് ഉണ്ട്. അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളിത് റെൻഡർ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ റെൻഡറിങ്ങിലാണിത്. നമ്മളെ ഫസ്റ്റ് വ്യൂ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ര അധികം സമയമൊന്നും എടുക്കില്ല. കാരണം ഒന്നാമത് ഗ്രാഫിക്സ് കാർഡിലാണ് ഇത് റെൻഡറിങ് നടക്കുക. പിന്നെ ഈ ജാളിയൊന്നും വലിയ ലുക്ക് ഉണ്ടാവില്ല. അതൊക്കെ ജസ്റ്റ് സ്കെച്ചപ്പിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നല്ല ജാളി ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ സൈഡിലെ ആ ഒരു സൺഷെയ്ഡ് ഒരു ഗ്രേ ടൈപ്പാണ് വന്നുള്ളത്. വൈറ്റ് ആക്കിയാൽ ഒന്നുകൂടി നന്നായിരുന്നു. അല്ലെങ്കിൽ പാരപ്പറ്റും കൂടി ഗ്രേ ആക്കണം. പിന്നെ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം ഞാനൊന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് റെൻഡർ. കാരണം ഇവിടെ വുഡ് ഫിനിഷാണ് കൊടുത്തുള്ളത്. ആ വുഡ് ക്യാൻസലായിട്ടില്ല. അപ്പോൾ ക്യാൻസലായി. ആ വുഡ് ഫിനിഷ് അവിടെ നിന്ന് ഒഴിവാക്കണം. വുഡ് ഫിനിഷ് ശരിക്കും അങ്ങനെയല്ല വരേണ്ടത്. അപ്പോൾ ഞാനത് ഒഴിവാക്കുക ചെയ്തത്. ഒരു കോൺക്രീറ്റ് ഫിനിഷ് തന്നെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് റെൻഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വർക്കിംഗ് സ്ഥലത്ത് റെൻഡറിങ് ഓഫ് ആക്കണം. എന്നിട്ട് മെയിൻ റെൻഡർ ചെയ്യുക. ഇപ്പം ഞാനവിടെ മെറ്റീരിയൽ മാറ്റിയിട്ട് വൈറ്റ് ആക്കാൻ പോവാണ്. ഈ ഒരു സൺഷെയ്ഡ് മെറ്റീരിയൽ വൈറ്റ് ആക്കും. പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നിർത്തുകയാണ്. വല്ലാണ്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഇതിനൊരു ഇനീഷ്യൽ മോഡലിംഗ് ആയിട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് എന്തായാലും കുറച്ചുകൂടി മാറ്റങ്ങൾ, റിവിഷൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ തൽക്കാലം ക്ലയൻറ്റിന് ഒരു മോഡലിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇത് ശരിക്കും നമുക്ക് ഒരു എൻജിനീയർ എഡ്വിൻ എന്ന് പറയും, ആളുടെ വർക്കാണ്. ആൾ നല്ല അടിപൊളി ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു
ഇതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാളിലെ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഞാൻ ഫൈനലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കിത് റെൻഡറാക്കാനേ ഉള്ളൂ. ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി തുടങ്ങി. നമ്മൾ എല്ലാ ജാളിയും ആ ഒരു കളറിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് സ്കെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാളിയുടെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇതിനിപ്പോൾ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഞാൻ എൻ്റെ ആഡ് ഓൺ വെച്ചിട്ട് ബാച്ച് റെൻഡറാണ് ഇപ്പോൾ ചെയ്തത്. അതായത് 2 ക്യാമറ ഒരുമിച്ച് റെൻഡർ ചെയ്യാം. ഒരുമിച്ച് മീൻസ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. അങ്ങനെ നമുക്കൊരു എത്ര ക്യാമറാസ് ഉണ്ടോ അതെല്ലാം ഓരോന്നായിട്ട് റെൻഡറാക്കാനുള്ള ഓപ്ഷന് നമുക്ക് ആഡ് ഓൺ വരുന്നുണ്ട്. ഞാൻ ഇവിടെ മറ്റേ വർക്കിൻ്റെ ഒരു ഇത് കാണിച്ചാണ്. ഓക്കെ, നമ്മൾ റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടോ 70 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 64 ആയി. അത് സാമ്പിൾസ് എന്ന് പറയും. ഓരോ റെൻഡറിങ്ങിന് നിങ്ങൾക്ക് കാണാം. ഇനി മുകളിൽ ഇത് ലോഡായിട്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് 70 എന്ന് കാണാം. അതുപോലെ 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ സാമ്പിൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റെൻഡറിങ് 2 റെൻഡറിങ് പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ലൈറ്റൊക്കെ അവിടെ പോയി റേ ട്രേസിങ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു 70 ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 70 ടൈംസ് അത് അതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ പോയി ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരും. പിന്നെ ഡീനോയ്സിങ് ഉണ്ട് ഓട്ടോമാറ്റിക്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഓണാക്കിയിട്ടുള്ളതുകൊണ്ട് റെൻഡറിങ്ങിൻ്റെ അവസാനം ഡീനോയ്സിങ് വരും. അപ്പോൾ ഒരു മോശമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഔട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കംപ്ലീറ്റ്ലി ഫുൾ എന്താ പറയുക ട്യൂട്ടോറിയലൊന്നല്ല. അതേപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഗതി നമ്മളിതിലെടുത്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബേസിക്കായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി ഓരോ വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പേഴ്സണൽ ട്രെയിനിങ് പോലെ എന്തെങ്കിലും ചെയ്യാം, കോഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും വലിയ റിസ്ക് ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് സ്കെച്ചപ്പിൽ നിന്ന് ബ്ലെൻഡർ കൊണ്ടുവരിക എന്നുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും അത്ര വലിയ സീനാക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നുള്ള ഗുണങ്ങൾ വേറെയുണ്ട്. ഒന്ന് റിയലിസ്റ്റിക് റെൻഡർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളെ വർക്ക് ഫ്ലോ ഒക്കെ ഒന്നും കൂടി അഡ്വാൻസ് ആക്കാൻ പറ്റും ബ്ലെൻഡറിലാവുമ്പോൾ. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പലതരം എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് നമ്മളെ ബ്ലെൻഡറിൽ ചെയ്യാൻ പറ്റും. ഒരു VFX രീതിയിലൊക്കെ നമ്മളെ റെൻഡർ കൊണ്ടുവരാൻ പറ്റും. പിന്നെ വാക്ക് ത്രൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ EV പറഞ്ഞൊരു റെൻഡറിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമുക്ക് വാക്ക് ത്രൂ ചെയ്യാൻ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഇത്രയും റേ ട്രേസിങ് വിത്ത് ഉള്ളൊരു EV പറഞ്ഞ റെൻഡറിങ് സോഫ്റ്റ്വെയർ വിത്ത് റേ ട്രേസിങ് തന്നെയാണ്. ഇപ്പോൾ പുതിയ അവർ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് EVയിൽ. എനിവേ നമ്മൾ കൂടുതൽ സൈക്കിളിലാണ് റെൻഡർ ചെയ്യുക. സൈക്കിളാണ് വീറേ ക്വാളിറ്റി, അത്യാവശ്യം വീറേ ടച്ച് ഫീൽ ഉണ്ടാവുക. സോ സൈക്കിൾ റെൻഡറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുകൊണ്ട് എല്ലാം മനസ്സിലാവണമെന്നില്ല, കംപ്ലീറ്റ് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട് AWR_bro എന്നുള്ളത്, AWR_bro. ഓക്കെ, AWR_BRO. പിന്നെ ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അത്യാവശ്യം ചാറ്റ് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് എല്ലാവരും മെസ്സേജ് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ നോർമൽ റെഗുലർ മെസ്സേജസൊക്കെ താഴെ പോവാണ്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു.